ഹായ്, KS കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ആണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരുപാടൊന്നുമില്ല കേട്ടോ. ഒരു ക്യാരറ്റ്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു തക്കാളി, ഒരു സവാള, പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ എടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇത്രയും സാധനങ്ങൾ കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പച്ചക്കറികളെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. വെജിറ്റബിൾ ബിരിയാണി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമേ. ഞാനിപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ആണ് കേട്ടോ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് റൈസിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് ബിരിയാണി അരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ കയമ റൈസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാലേ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഒരു കുക്കർ സ്റ്റവിൽ വെച്ചിട്ട് സ്റ്റവ് ഒന്ന് കത്തിച്ച് കൊടുക്കുകയാണേ. കുക്കർ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നന്നായി ചൂടായി വരുന്ന സമയത്ത് പട്ട, ഗ്രാമ്പു എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് പട്ടയും ഗ്രാമ്പൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിൻ്റെ പേര് പറഞ്ഞ കൂട്ടത്തിലെ വെളുത്തുള്ളിയുടെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച മസാലപ്പൊടികളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾ ബിരിയാണി വേറെ തരത്തിലും ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം. ഞാനിവിടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ചില ദിവസങ്ങളിലൊക്കെ മോള് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഇന്ന് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കണില്ല എന്ന് പറയും. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ മോൾക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തയക്കുന്നത്. ഇതിൽ ക്യാബേജ് ചെറുതായി അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. അതേപോലെ ഗ്രീൻ പീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ബിരിയാണിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഈ ഒരു രീതിയിൽ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണയോ ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച അരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത്. അരി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടി വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. 1 ഗ്ലാസ് ബിരിയാണി അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം 1/2 മുറി നാരങ്ങാനീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം. എന്നാലും അറിയാത്ത ആർക്കെങ്കിലും കൂടി ചെയ്തു നോക്കാലോ എന്ന് കരുതിയാണ് വീഡിയോ ചെയ്യണത്. 1 വിസിൽ വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തേക്കണേ. ഇഷ്ടാനുസരണം വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാമേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. ഇനിയിപ്പം കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാനിന്ന് ഈ വെജിറ്റബിൾ ബിരിയാണിയുടെ കൂടെ ഒരു മുട്ടത്തോരനും കൂടെ ഉണ്ടാക്കുന്നുണ്ടേ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ കൂടി ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. 1 സവാള, 1 പച്ചമുളക്, 1 തക്കാളി, ഇതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ.
ഇന്നിപ്പം ഉച്ചയ്ക്ക് കഴിക്കാനേ ഞാനും മോളും മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ 2 മുട്ടയാണ് ഇന്നത്തെ മുട്ടത്തോരന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥ? ഇവിടെ ഇപ്പോൾ രാവിലെ നല്ല തണുപ്പ് തന്നെയാണ്. ഒരു 10 മണിക്ക് ആകുമ്പോഴേക്കും തന്നെ നല്ല വെയിലുണ്ട്. തണുപ്പ് കുറേശ്ശെയായിട്ട് കുറഞ്ഞു വരികയാണ്. ഈ ഒരു ബിരിയാണിയുടെ കൂടെ എൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടം ഈ മുട്ടത്തോരനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബിരിയാണിയുടെ കൂടെ ഇത് ഉണ്ടാക്കണത്. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ ഒരു വിസിൽ വന്നു കേട്ടോ. ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിടുകയാണേ. ഇനി ഒരു ചീനച്ചട്ടി സ്റ്റവിൽ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ച തക്കാളിയും സവാളയും പച്ചമുളകും എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച 2 മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും മസാലപ്പൊടികളും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കണം. നമ്മുടെ മുട്ടത്തോരനൊക്കെ ഇതാ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ടേ. ഇന്ന് ഞാൻ സാബുനരി കൊണ്ട് കുറച്ച് പായസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാനിതാ കുക്കർ ഒന്ന് തുറന്ന് നോക്കുകയാണേ. നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിയുടെ കൂടെ കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം. ഇതാ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിയൊക്കെ ഇതാ സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെജിറ്റബിൾ ബിരിയാണിയും മുട്ടത്തോരനും അച്ചാറും എല്ലാം കൂടെ കൂട്ടി ഞാനും മോളും കൂടെ ഫുഡ് കഴിക്കാൻ പോകുകയാണേ. നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ? ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.